ഹലോ, നിങ്ങൾ ആരും ഊഹിക്കേണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വേറെ ഒരിടവുമല്ല, റംസാനെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ തന്ന സമയം 12 മണിയാണെങ്കിലും ഏകദേശം ഒരു 12 കാലോട് കൂടിയിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉടനെ കാർഡൊക്കെ കാണിച്ചു, സ്ലിപ്പൊക്കെ മേടിച്ചു, അകത്തെത്തി. റംസാൻ്റെ ഡോക്ടറെ കണ്ട് കാർഡൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ പുറത്ത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പുറത്ത് അത്യാവശ്യം നല്ല ചൂട് കാരണം ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ വെള്ളമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ക്യാൻറ്റീനിലോട്ട് ചെന്നിട്ട് ജ്യൂസ് മേടിച്ചു, ഓറഞ്ചിൻ്റെ ജ്യൂസ് മേടിച്ചു. അതും കൊടുത്ത് പിള്ളേർ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയ ഉടനെ റംസാൻ വലിയ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഡോക്ടറിൽ പറഞ്ഞൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. അവൻ അറിയുന്നില്ല ഈ ചിരിയുടെ അവസാനം കരച്ചിലോട്ടാണ് പോകുന്നതെന്ന്. കാരണം അവിടെ ചെന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഒരു പല്ല് വല്ലാണ്ടങ്ങ് വേരൊക്കെ ഇതായിട്ടിരിപ്പുണ്ട്, അതിനെ ഇവിടെ നിലനിർത്തിയിട്ട് കാര്യമില്ല, നമുക്കതങ്ങ് എടുത്തേക്കാം, എന്നിട്ട് അടുത്ത് വരുമ്പോഴത്തേക്കും റൂട്ട് കനാൽ ചെയ്യാമെന്ന്. പല്ലെടുക്കണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ കിളി പാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ സൂചി, ചോര, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം പേടിയാണ്, ദേഹമൊക്കെ അങ്ങ് ഒരുമാതിരിയാവും. അപ്പം എനിക്കതിനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നേരെ ഇക്കയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക വന്ന് അടുത്തിരുന്ന് പിടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പല്ലിളക്കണ നേരം അപ്പുറത്ത് വേറൊരു കുഞ്ഞിൻ്റെ അടുത്ത് പോയി അവൾക്ക് ഇതൊക്കെ ചെയ്യണത് കണ്ടുകൊണ്ട് നിന്ന് എനിക്കത് കാണാനുള്ള ധൈര്യം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ആൾ നല്ല രീതിയിൽ കരഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റംസാൻ്റെ സങ്കടമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ അവന് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനും കൊടുത്തു, റിദാനും കൊടുത്തു. റിദാൻ അതങ്ങ് നേരെ എടുത്ത് നെറ്റിയിലൊട്ടിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്നൊരു ദിവസത്തേക്ക് ചൂട്, എരിവുള്ള ആഹാരങ്ങളൊന്നും കൊടുക്കണ്ടായിരുന്നു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ താഴെ ക്യാൻറ്റീനിൽ വന്ന് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. രണ്ടുപേരും കരച്ചിലായിരുന്നു. ഒരാൾക്ക് പല്ലിളക്കിയ കരച്ചിലും, ഒരാൾ എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ കരയാത്തതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ല, അവർ കരഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടി. പക്ഷേ എനിക്കതിൽ വിഷമമില്ല. കാരണം വലിയൊരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് കട്ടുപിടിക്കാമല്ലോ. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, അവനും ഒന്നും കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അതിൽ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കട്ടുപിടിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട